ശബരിമല മകരവിളക്ക് ഉത്സവത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എരുമേലിയിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്. ചെറുതും വലുതുമായ നിരവധി ഭക്തസംഘങ്ങളാണ് എരുമേലിയിൽ പേട്ടതുള്ളി ദർശനം നടത്തിയ ശേഷം പരമ്പരാഗത പാത വഴി സന്നിധാനത്തേക്ക് പുറപ്പെടുന്നത്. റിപ്പോർട്ട്. പരമ്പരാഗത പാതയിലൂടെ സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകരിലേറെയും എരുമേലിയിലെത്തി പേട്ട കെട്ടുക പതിവാണ്. കൊച്ചമ്പലത്തിൽ ദർശനം നടത്തിയ ശേഷം ശരീരമാസകലം വിവിധ വർണ്ണഛായങ്ങൾ പൂശി പാണലും വാളും ഗദയും ശരക്കോലുകളും പിടിച്ച് തായമ്പകത്തിന്റെയും തകലിന്റെയും താളമേളങ്ങളോടെയാണ് പേട്ടതുള്ളൽ. അയ്യപ്പന്റെ ഉറ്റതോഴനായ വാവരെയും സന്ദർശിച്ച് ആനന്ദ നൃത്തം ചവിട്ടി വലിയമ്പലത്തിലെത്തി പേട്ടതുള്ളൽ സമാപിക്കും. വലുതും ചെറുതുമായ നിരവധി ഭക്തസംഘങ്ങൾ സന്നിധാനത്തേക്കുള്ള യാത്രാമധ്യേ എരുമേലിയിലെത്തി പേട്ടതുള്ളുന്നു. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന തീർത്ഥാടകർ ఎరిమేలిలెత్తి పేటతులుగా పదివాన. పేరు ఆంజనేయులు. మేము హైదరాబాద్ నుంచి వచ్చామండి, హౌసింగ్ బోర్డ్. మేము అందరం ఒక 8 మంది టీం వచ్చాము. ఎరిమేలిలో ఆడుకుంటున్నాము, మంచిగా ശബരിമല వెళ్ళడానికి రెడీగా ఉన్నాము. 37 വർഷത്തോടൊക്കെ വന്ന ആൾക്കാർ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. ഇപ്രാവശ്യം വന്ന കന്നി ಮಾಳಿಗೆಪುರಂಗಳುണ്ട്. ಮೈಸೂರಿಂದ ಬಂದಿದ್ದೀವಿ ಶಬರಿಮಲೆಗೆ ನೋಡಕ್ಕೆ. ಫುಲ್ ಭಕ್ತಾದಿಗಳು ನಾವು ಒಂದು 40 ಜನ ಇದ್ದೀವಿ. 40 ಮೆಂಬರ್ಸ್. ಮಂಡಲ ಪೂಜೆ 24 ದಿನ ಮಾಡಿ ಬಂದಿದ್ದೀವಿ. ಗ್ರ್ಯಾಂಡ್ ಆಗಿ ಮಾಡ್ತಾ ಇದೀವಿ. ದೇವರ ಸೂಪರ್. ಟೋಟಲ್ 40 ಮೆಂಬರ್ಸ್ ಇಸ್ ಕಮಿಂಗ್. 14 years also done. മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പനും കൂട്ടരും ആഹ്ലാദ യാത്ര നടത്തിയെന്ന ഐതിഹ്യം മുൻനിർത്തിയാണ് എരുമേലിയിൽ പേട്ടതുള്ളൽ നടത്തുന്നത്. ശരണമന്ത്രങ്ങൾക്കൊപ്പം തകിലും തായമ്പകയും കൂടിയാകുമ്പോൾ എരുമേലിയും പരിസരവും ഏതു സമയം ആധ്യാത്മിക അനുഭൂതിയിലായിരിക്കും. ശബരിമലയിലേക്ക് പോകുന്ന കന്നി അയ്യപ്പന്മാർ പേട്ടതുള്ളിയ ശേഷമേ മല കയറാവൂ എന്നാണ് പഴമക്കാർ പറയുന്നത്. എരുമേലിയിൽ നിന്നും സിസൽ ജോൺ, ദൂരദർശൻ ന്യൂസ്.